മനുഷ്യൻ ജീവനുണ്ട് എന്നതിനെ സ്ഥിരമായി നമ്മളെ ഓർപ്പിക്കുന്ന ഒന്നാണ് ഓർമ്മ. മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് നേരത്തെ ഞാൻ ഓർപ്പിച്ചു മസ്തിഷ്ക വികാസമുള്ള ഒരു ജീവിയാണ് ഹോമോസാപ്പിയൻ എന്ന നാം ഓരോരുത്തരും. ഏക ജീവി. ഇതിൽ പരമപ്രധാനമാണ് ഓർമ്മകൾ. മറ്റ് മൃഗങ്ങൾക്ക് ഓർമ്മയില്ല എന്നും പറയാൻ പറ്റുകയില്ല. കാരണം വളർത്തു മൃഗങ്ങളിൽ പ്രത്യേകിച്ചും നായകൾ, പട്ടികൾ, മെയിൽ ആണ് നായി, ഫീമെയിൽ ഡോഗാണ് പട്ടി. അത് പൊതുവെ മലയാളിയിൽ പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറുകാര് ഭാഷയിലും മറ്റ് പലയിലും ശുദ്ധമായ ഭാഷയാണെങ്കിലും ചില പ്രയോഗങ്ങൾ തെറ്റാണെന്ന് ഇത്തരത്തിൽ ഓർപ്പിക്കട്ടെ. അതിൽ നായ്ക്കൾക്കും പട്ടികൾക്കും മനുഷ്യന് ദീർഘവർഷങ്ങൾക്ക് ശേഷം തൻ്റെ യജമാനനെയും ഭക്ഷണം നൽകിയതിനെയും ഓർക്കുന്നുവെങ്കിലും മറ്റു മൃഗങ്ങൾക്ക് അത്രയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ജീവൻ ഉള്ള മനുഷ്യൻ എന്ന നിലയിൽ പരമപ്രധാനമാണ് ഓർമ്മ. എന്താണ് ഓർമ്മ? ബാഹ്യവും ആന്തരികവുമായ സംഭവങ്ങളും സംഭാഷണവുമായ എല്ലാ പ്രതികരണങ്ങളും സൃഷ്ടിക്കുന്ന വിജ്ഞാനത്തെ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഓർമ്മ എന്ന് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കപ്പെട്ടവയെ ആവശ്യാനുസരണം ബോധമണ്ഡലത്തിൽ നിന്ന് ഉപബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിൽ നിന്ന് ബോധമണ്ഡലത്തിലേക്കും എത്തിക്കുന്നതാണ് ഘടകമാണ് ഓർമ്മ എന്ന മെമ്മറി. ഈ മെമ്മറികളെ പലതായി ശാസ്ത്രം തിരിക്കുന്നുണ്ട്. ഒന്ന് എൻകോഡിങ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന അറിവുകളെ രാസവിവരങ്ങൾ, ഇവിടെ രാസവസ്തു എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് ശാസ്ത്രീയമായി പറയുന്നതാണ്, പ്രക്രിയകളെ രാസവിവരങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് എൻകോഡ് ചെയ്യുക. രണ്ട്, ശേഖരിക്കൽ, കളക്ടിങ്. സ്ഥിരമായോ താൽക്കാലികമായ ഓർമ്മിക്കുവാൻ സഹായിക്കുന്നതാണ്. ചിലത് അതുകൊണ്ടാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ അയ്യോ മറന്നുപോയി എന്ന് പറയുന്നത്. നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ, സ്നേഹിതരെയൊക്കെ ദീർഘവർഷങ്ങൾക്ക് ശേഷം അവരുടെ ശരീരം കൊണ്ടും ഭാവവും രൂപവും ഒക്കെ മാറുമ്പോൾ ഒരാൾ മറന്നുപോയാൽ മറ്റൊരാൾ ഇടാ എന്നെ ഓർക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതിനെ തിരിച്ച് ബോധ മനസ്സിലേക്ക് വന്ന് അയ്യോ ഞാൻ ഓർക്കുന്നു, മറന്നുപോയതായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളെ ശേഖരിക്കുന്നുണ്ട്, സ്ഥിരമായോ താൽക്കാലികമായോ. നമ്മൾ നിരന്തരം ഇടപഴകുന്ന വർത്തമാനകാല ജീവിതത്തിലെ ചില സംഭവങ്ങൾ സ്ഥിരമായി നിൽക്കുന്നതാണ് കൊണ്ട് താൽക്കാലികമായ ഒന്ന് കണ്ട് മറന്നു പോകുന്ന ചില സ്ഥലങ്ങളെ ഒരു ക്വിസ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഇതെല്ലാം തന്നെ സെമന്റിക് മെമ്മറി എന്ന് പറയാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പുരുഷത്വവും വ്യക്തിത്വവും രണ്ടും രണ്ടാണ്. അല്ലെങ്കിൽ വ്യക്തിത്വം എന്നതിൽ രണ്ടുമാണ്. ഒരാളിനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്ന മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഗുണസഞ്ചയമാണ് പുരുഷത്വം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പുരുഷത്വത്തിന് ആന്ത്രോപോളജി എന്ന് വെച്ചാൽ നരവംശാസ്ത്രം. ആന്ത്രയോസ് എന്ന പേര് ഗ്രീക്ക് പേരാണ്. ജസ്റ്റ് ലൈക്ക് ആസ് എ മാൻ, ഹ്യൂമൻ. പുരുഷത്വം എന്ന് വെച്ചാൽ പുരുഷൻ ആകുക എന്നാണ്. അല്ലാതെ ആൺകുട്ടി, ആണായി പിറന്നവരെല്ലാം പുരുഷൻ എന്നും പെൺകുട്ടിയായി ജനിച്ച എല്ലാം സ്ത്രീ എന്നും വിശേഷിക്കുന്ന പൊതുവിശേഷണത്തിൽ തന്നെ പൗരുഷമുള്ളവൻ എന്ന് അർത്ഥമാക്കുന്നത് മറ്റൊരു വിധത്തിലാണ് ശാസ്ത്രീയമായി. അപ്പൊ ശരീരത്തിന്റെ ബാഹ്യ രൂപവിശേഷങ്ങളും സ്വഭാവ വ്യത്യാസങ്ങളും പുരുഷത്വത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും പുരുഷത്വം ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ സ്ത്രീകളും സ്ത്രീത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് വ്യത്യസ്തമാണ്. ജനനപരമായി, ജനറ്റിക്കലി, സൃഷ്ടിപരമായി ആണും പെണ്ണുമാണെങ്കിലും ഇവരിൽ തന്നെ സ്വഭാവങ്ങളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒരു വ്യക്തിയെ വേർതിരിക്കുന്നതാണ് പുരുഷത്വം, സ്ത്രീത്വം. മുഖശ്രീയുണ്ട്,
ഒരു സ്ത്രീയെ മുഖശ്രീയുള്ള നല്ല പെൺകുട്ടിയാണ്, കാരണം സുന്ദരിയാണ്. സൗന്ദര്യത്തിൽ കടയിൽ തന്നെ മുഖശ്രീ ഉള്ളതും സൗന്ദര്യമുള്ളവരെല്ലാം സ്ത്രീത്വം ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ അതിന് വേർതിരിച്ചറിയാനാണ് വിശദീകരിച്ചത്. എന്നാൽ സചേതനമായതും അദൃശ്യമായ ദേഹി എന്ന മറ്റൊന്നാണ് വ്യക്തിത്വം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഓർക്കട്ടെ. വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പേഴ്സലോണ, അത് ലാറ്റിൻ പദത്തിൽ നിന്നും ഇംഗ്ലീഷിലെത്തിയാണ്. അതിൽ നിന്നാണ് പേഴ്സണാലിറ്റി. വ്യക്തിത്വം എന്നത് സചേതനവും അദൃശ്യമായ, നമുക്ക് ദൃശ്യമല്ലാത്ത നമ്മളെ ഇന്നർ കോൺഷ്യസ്, മനസ്സിലാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത്, മനസ്സിലാണ് സ്ത്രീത്വം രൂപപ്പെടുന്നത്. അല്ലാതെ വസ്ത്രധാരണം കൊണ്ടും പെരുമാറ്റങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഈ വ്യക്തിത്വത്തിന്റെ ഘടകമാണ്. എൻ്റെ ഒരു എപ്പിസോഡിൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ആവർത്തനമായി നിങ്ങൾക്ക് ആർക്കും തോന്നരുത്. സാധാരണഗതിയിൽ ഓർമ്മ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മെമ്മറി ലോസായെന്ന് പലരും പറയുന്നത് ഭാഷാപരമായി ശരിയാണെങ്കിൽ ശാസ്ത്രീയമായി ശരിയല്ല. കാരണം ജനിക്കുന്ന ഒരു വ്യക്തി മരണത്തോടുകൂടി മാത്രമേ അവൻ്റെ ഓർമ്മ ഇല്ലാതാകുന്നുള്ളൂ. എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അൽഷിമേഴ്സ് പോലുള്ള ചില രോഗങ്ങൾ ബാധിക്കുമ്പോൾ പാർട്ടായിട്ടും ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഇതിൻ്റെ അകത്ത് ഓർമ്മ ഇല്ലാതാകുന്നെങ്കിലും സത്യത്തിൽ ഉപബോധ മനസ്സിലുള്ള വസ്തുക്കൾ, നമ്മളുടെ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി ഒരിക്കലും നഷ്ടമാകുകയില്ല. എന്നാൽ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്കുള്ള ഈ ട്രാൻസ്ഫർ, ഈ ഓർമ്മകൾ, സംഭവങ്ങൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളാണ് ഓർമ്മ നഷ്ടപ്പെട്ടു പോയി എന്ന് പലരും വിശേഷിപ്പിക്കുന്നത്. അതാണ് അൽഷിമേഴ്സ്. ജർമ്മൻകാരനായ ഒരു ഡോക്ടറാണ് ആ രോഗം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഈ രോഗത്തിലിട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ മെമ്മറി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, മെമ്മറി നമുക്ക് കൂട്ടാൻ പറ്റും, കുറയ്ക്കാനും പറ്റും. എന്നാൽ മനുഷ്യൻ്റെ മെമ്മറി സൃഷ്ടിപരമായി അത് കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ വായനാശീലങ്ങളിൽ നിന്നും ഗഗനമായ ചിന്താഗതിയുള്ളവരും അതിലൂടെയൊക്കെ അതിനെ ഒരു പരിധി വരെ വളർത്താൻ കഴിയുമെങ്കിലും ഈ കമ്പ്യൂട്ടറിൻ്റെ പോലെ നമുക്ക് ആവശ്യമായത് അത് GB കൂട്ടിക്കൊടുക്കാൻ മനുഷ്യന് പറ്റുകയില്ല. എന്നാൽ മെമ്മറി ഉപബോധ മനസ്സിൽ പൂർണ്ണമായി ഉണ്ടാകും. മരണത്തോടുകൂടി മാത്രമാണ് ദേഹി, ഇന്നർ കോൺഷ്യൻസും അതോടൊപ്പം നമ്മുടെ മെമ്മറിയും നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഈ ചില രോഗങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള അൽഷിമേഴ്സിന് ബാധിക്കുന്നതും അത് ഭാഗികമായി പൂർണ്ണമായിട്ടും മെമ്മറി പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മെമ്മറി അവിടെ തന്നെയുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാരീരികമായും മാനസികമായും നമ്മുടെ ശരീരം തളരുകയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയങ്ങളിലും നമ്മുടെ മനസ്സ് നിശ്ചലമായിരിക്കുമ്പോഴും മെമ്മറി ഉണ്ട്. എന്നാൽ കഴിയുന്നിടത്തോളം നാം മെമ്മറി അറിഞ്ഞുകൊണ്ടാരും മെമ്മറി നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ പ്രശ്നങ്ങളാണ്